എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSC ചാനലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്കറിയാം 2026 എന്ന് പറയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ 2026 കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് 2026 നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സമാനതകളില്ലാതെ 900-ലധികം തസ്തികകൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്ന വർഷമായിരുന്നു 2025. ആ 2025 നമ്മുടെ മുമ്പിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസിൻ്റെയും പരീക്ഷ എഴുതുന്നത് 2026 സോ ഓരോ പരീക്ഷകൾക്കും എന്നാണ് നടക്കുന്നത് എന്നുള്ള കാര്യം PSC ജനുവരി മാസം 1-ാം തീയതി തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൃത്യം അറിവ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിനി ഒരു 4 മാസത്തെ സമയമാണ് പഠിക്കുവാൻ കിട്ടുന്നത്. അതല്ല, നിങ്ങൾ കമ്പനി ബോർഡ് LGS പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 6 മാസത്തെ സമയമാണ് പഠിക്കുവാൻ കിട്ടുന്നത്. അങ്ങനെ ഓരോ പരീക്ഷകൾക്കും, എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും, അതേപോലെ തന്നെ യൂണിഫോം തസ്തികകളുടെയും അതേപോലെ 10th ലെവൽ പരീക്ഷകളുടെ എല്ലാത്തിൻ്റെയും ഏകദേശ എക്സാം ഡേറ്റ് PSC നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു ഏകദേശ ധാരണ അനുസരിച്ച് എന്നാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യം ധാരണയുണ്ടായി. സാധാരണ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നാണ് പരീക്ഷ. എന്നാണ് പരീക്ഷ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ വിചാരിക്കും, 4 മാസത്തെ സമയമുണ്ട്, എൻ്റെ മുമ്പിലുള്ള സിലബസ് ഇതാണ്, അപ്പോൾ അതാണ് തീർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിലബസ് എത്ര സമയം കൊണ്ട് ഞാൻ തീർക്കണം, അതിനനുസരിച്ച് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ആ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകേണ്ടത് എന്നതുൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു യാത്രയിലെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. സോ ആ ധാരണ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എക്സാമിന്റെ ഡേറ്റ് PSC ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ 2026 ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അതേപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് പരീക്ഷകൾ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരീക്ഷകൾ 2026 എഴുതാൻ പോവുക. അതൊരു വലിയൊരു, സത്യം പറഞ്ഞാൽ വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ. ഇനി CPO, വിമൻ CPO, എക്സൈസ്, ഫയർ ഉൾപ്പെടെയുള്ള എല്ലാ യൂണിഫോം തസ്തികകളും നമ്മൾ, അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും കൂടി 2026 എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും എഴുതുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. ഏകദേശം 2500 മുതൽ 3000 വരെ നിയമനങ്ങൾ ഉറപ്പായിട്ടും നടക്കുമെന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ, ബെവ്കോ LD പരീക്ഷ, അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകളും 2026 നടക്കുകയാണ്. അങ്ങനെ 2026 ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിനുള്ള മറുപടി ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലാതെ നമ്മുടെ ഓഫീസ് നമ്പറിലേക്കും പേഴ്സണലായിട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, സാറേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്, പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം, അതായത് ഞങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, കഴിഞ്ഞ 3 വർഷമായിട്ടിരുന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് PSC മേഖലയിൽ സജീവമായിട്ട് നിന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊന്നും സത്യം പറഞ്ഞ ജോലി ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ അവരൊന്നും ഒരിക്കലും ഒരു ഭേദപ്പെട്ട ലിസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ
ഈ ഒരു ചോദ്യത്തിന് എല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെ. കഴിഞ്ഞ 5 വർഷമായിട്ട് പഠിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അല്ല ചേട്ടൻ, ഞാൻ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ, അപ്പൊ എനിക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഇതെല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള സംശയമാണ്. മക്കളെ, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ 6 മാസം കൊണ്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് പഠിച്ചാലും, നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിക്കുന്നു, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നു, സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നു, എല്ലാ വിഷയങ്ങളും പഠിക്കുന്നു, അവിടെ നമ്മൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ 6 മാസം കൊണ്ട് നിങ്ങൾ എന്താണ് പി എസ് സി പരീക്ഷകളൊക്കെ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം 7ാമത്തെ മാസം മുതൽ 12ാമത്തെ മാസം വരെയുള്ള സമയം എന്ന് പറയുന്നത് അത് പീക്ക് ടൈമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഈ ഒരു കാലയളവിലെ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അതിന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യപേപ്പർ കൃത്യമായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുഞ്ഞുങ്ങളെ, 1 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു PSC പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു 60 മാർക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അത്രയും പറ്റും. കാരണം ആദ്യത്തെ 6 മാസം കൊണ്ട് നിങ്ങളൊരു PSC പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 30 മാർക്കോ 35 മാർക്കോ കിട്ടത്തുള്ളൂ. തുടർന്നൊരു 6 മാസത്തെ പ്രിപ്പറേഷൻ കൂടി കഴിയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അല്ലാതെ ഇന്ന് പഠിച്ചു നാളെ വേണ്ട, ഇന്ന് പഠിച്ചതല്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കല്യാണം അപ്പൊ ഇന്നും പോയേക്കാം നാളെ, അങ്ങനെയാണ് പരിപാടി നടക്കത്തില്ല. നമ്മൾ വെൽ പ്ലാനിങ് ആയിരിക്കണം. ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അസൈൻ ചെയ്യണം. നാളെ എന്താണ് പഠിക്കാൻ പോകുന്നത്, മറ്റന്നാൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കല്യാണം വന്നാൽ ഇന്നും പോകും നാളെ, കാരണം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്തായാലും പോയാൽ നമുക്ക് എന്തായാലും കഴിക്കാൻ കിട്ടും, നമുക്ക് പിന്നെ സമയം ഉണ്ടെങ്കിൽ പഠിച്ചേക്കാം. അങ്ങനെ ആയി പോരുത്. നമ്മളെപ്പോഴും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പഠിത്തം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സെക്കൻഡറി തിങ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എനിക്ക് പഠിക്കാൻ ഇത്രയുണ്ട്, കല്യാണത്തിന് പോയാൽ ഇത് നടക്കത്തില്ല. ഇതാണ് നടക്കേണ്ടത്. എപ്പോഴും പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾ പഠനത്തിനെ കേന്ദ്രീകരിക്കണം. അല്ലാതെ സമയം ഉണ്ടെങ്കിൽ PSC പഠിക്കാം എന്ന് വിചാരിച്ചാൽ ഇപ്പോഴത്തെ പരീക്ഷ പാറ്റേണിൽ കിട്ടത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടാ ചുമ്മാ ഒന്ന് പഠിച്ചേക്കാം, എല്ലാവരും PSC പഠിക്കുന്നുണ്ടല്ലോ ഞാനും പഠിച്ചേക്കാം, അങ്ങനെയാണെ കേറിപ്പോട്ടെ. അങ്ങനെ അല്ലടാ. ഒരു ദിവസം നല്ലൊരു ശതമാനം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഒരു ദിവസം 20 മണിക്കൂറോളം സമയം പഠനത്തിന് വേണ്ടി കേന്ദ്രീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെയൊക്കെയാണ് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് സമയമേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതെങ്കിലും ആ ഒരു ടൈം സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് പല ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ 3 വർഷമായിട്ടും 5 വർഷമായിട്ടും PSC പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട പ്രശ്നം അതാ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ പ്രശ്നമല്ല. ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥി 3 വർഷം അല്ല 5 വർഷമായിട്ട് PSC പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ അവന്റെ ട്രാക്ക് ശരിയല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ കയറി കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കൊണ്ട് എറണാകുളം പിടിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെ ബസ്സിലൊക്കെ വന്നിട്ട് കൊല്ലത്ത് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് യാത്ര, അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എറണാകുളം എത്തും. പക്ഷേ 2 ദിവസം കഴിയും. അതാണ് പ്രത്യേകത. നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്? അതോ നിങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്നാണോ ആലോചിക്കുന്നത്? കാരണം ഇതുപോലെയുള്ള അവസരങ്ങൾ പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വരുത്തില്ലെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടന്ന് മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ മാത്രമേ പരീക്ഷ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
സിലബസ് ഓറിയന്റഡ് ആയിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, കൺസിസ്റ്റൻസി തന്നെയാണ് പ്രശ്നം. സ്ഥിരതയില്ലായ്മ. പല ആൾക്കാരും വലിയ ആവേശത്തോടു കൂടി പഠിച്ചു തുടങ്ങും, പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കില്ല ജിമ്മിൽ പോകുന്ന പോലെ. ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് ജിമ്മിലെ ചേട്ടൻ മേളത്തെയും താഴത്തെയും ഫ്ലോറുകളെല്ലാം വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് പറയും, ആ ബിൽഡിംഗ് ഓണറിനോട് പറയും 2 മാസത്തേക്ക് മതിയെന്ന് പറയും. കാരണം എന്താ അറിയോ, ന്യൂ ഇയർ ആകുമ്പോൾ നമ്മളെല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും. എന്ന് പറയോ, ജിമ്മിൽ പോകണം, നമ്മൾ ബോഡിയൊക്കെ സെറ്റ് ആക്കണം. 2 ആഴ്ച കാണത്തുള്ളൂ. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ജിമ്മിലെ ചേട്ടൻ തന്നെ പറയും, ചേട്ടാ താഴത്തെ ഫ്ലോർ ഇനി ഞങ്ങൾക്ക് വേണ്ട, കാരണം പിള്ളേർ പോയി. ഇതാണ് അവസ്ഥ. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് മെയിൻ പ്രശ്നം. സ്ഥിരതയോടുകൂടി വർക്ക് ചെയ്യുക. 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും എന്നും 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 1 മണിക്കൂർ പഠിക്കണം. അല്ലാതെ ഇന്ന് 5 മണിക്കൂർ പഠിച്ചിട്ട് നാളെ 1 മണിക്കൂറായി, മറ്റന്നാൾ 30 മിനിറ്റ് ആയി, 5 മണിക്കൂറൊക്കെ പഠിച്ചതല്ലേ ഇനി ഒരാഴ്ചത്തേക്ക് അങ്ങനെയാണ് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ആ പഠിച്ചുകൊണ്ട് പോകുന്ന വേവ് ലെങ്ത് ഉയർത്തണം. ഗ്രാഫ് എപ്പോഴും സ്റ്റേബിൾ അല്ലെങ്കിൽ മേപ്പോട്ട് പോകണം. ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാൻ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല്, ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അപ്പോഴായിരിക്കും വേദവർണ്ണം കാണുന്നത്, അത് കൊള്ളാമല്ലോ, അങ്ങോട്ട് ചാടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേദവർണ്ണം കാണും. അതിപ്പോൾ ഏതാണെങ്കിലും, ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, യൂട്യൂബ് ചാനൽ ആണെങ്കിലും എല്ലാം, നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനായിരിക്കും. വേറൊരു പ്ലാറ്റ്ഫോം കാണുമ്പോൾ അങ്ങോട്ട് ചാടും, അവിടെ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിയുമ്പോൾ പുതിയതിലേക്ക് ചാടും. അങ്ങനെ ചാടിച്ചാടി നിന്ന് കഴിഞ്ഞാലേ സമയം പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിൽക്കുന്നത്, ഏത് യൂട്യൂബ് ചാനലിന്റെ സഹായത്തോടു കൂടിയാണോ പഠിക്കുന്നത്, ഏത് ടെലഗ്രാം ചാനലിന്റെ സഹായത്തോടു കൂടിയാണോ പഠിക്കുന്നത്, അവിടെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. 6 മാസം കഴിയുമ്പോൾ സ്വയം വിലയിരുത്തണം. 12 മാസം കഴിയുമ്പോൾ സ്വയം വിലയിരുത്തണം. 6 മാസം കഴിയുമ്പോൾ നമ്മളുടെ മാർക്ക് 40-50, 12 മാസം കഴിയുമ്പോൾ അത് 60 ആയാൽ മതി. 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. സോ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. 2026 എന്ന് പറയുന്നത് അവസരങ്ങളുടെ വർഷമാണ് മക്കളെ. 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിത ഹിസ്റ്ററിയിലെ ജോലി കിട്ടിയ, പരീക്ഷ എഴുതിയ വർഷമായിട്ട് ചരിത്രം രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്നായിട്ട് പഠിക്കുക. പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, അവസാനം വിജയത്തിലേക്ക് എത്തും. സോ വലിയ പ്രതീക്ഷയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി നടന്നു നീങ്ങുക. 2027, 2028 കൂടി നിങ്ങൾ ഓരോരുത്തരും കേരള സർക്കാർ സംവിധാനം അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗമാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. നമുക്ക് മറ്റൊരു സെഷന് വീണ്ടും കാണാം.